ഒരു സങ്കടക്കുറിപ്പിനെ കുറിച്ചാണ്. വികാര നിർഭരമായ ഒരു കുറിപ്പ് ചേലക്കരയിലെ UDF സ്ഥാനാർത്ഥിയായിരുന്ന രമ്യ ഹരിദാസ് ഫേസ്ബുക്കിൽ അവർ കുറിച്ചിരിക്കുകയാണ്. അത് ചേലക്കര തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള വിവാദങ്ങൾ, ആ വിവാദങ്ങളിൽ അവർ നൽകുന്ന ഒരു വ്യക്തതയാണ് ആ കുറിപ്പ്. ആ കുറിപ്പിനെ കുറിച്ച് എനിക്ക് പറയണമെന്ന് തോന്നിയത് മറ്റൊന്നുകൊണ്ടല്ല, ഒരു പക്ഷേ അവരത് ചേലക്കരയിലെ ഉപതെരഞ്ഞെടുപ്പിന് മുമ്പ് പറയുകയായിരുന്നെങ്കിൽ ഒരുപക്ഷെ അവർക്ക് കുറച്ചുകൂടി ഈ UR പ്രദീപുമായിട്ടുള്ള വോട്ടിൻ്റെ അന്തരം കുറക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ അവർ വോട്ടിന് വേണ്ടി പറഞ്ഞതല്ല, മറിച്ച് സ്വാഭാവികമായിട്ടും തുടർച്ചയായിട്ടുണ്ടായിട്ടുള്ള 2 തോൽവി, ആ തോൽവിയിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് തനിക്കെന്തെങ്കിലും തെറ്റുപറ്റിയിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ അത് തിരുത്തണം, അത് തിരുത്തുന്നു എന്ന് ജനങ്ങളോട്, പ്രത്യേകിച്ച് കോൺഗ്രസ് പ്രവർത്തകരോടൊക്കെ തുറന്നു പറയുന്ന ഒരു കുറിപ്പാണ്. ആ കുറിപ്പിൻ്റെ പൂർണ്ണ രൂപമാണ്: ചേലക്കരയിലെ പ്രിയപ്പെട്ടവർക്ക് നന്ദി. പ്രചരണ രംഗത്ത് കഠിനാധ്വാനം ചെയ്ത നേതാക്കളെയും സഹപ്രവർത്തകരെയും അഭിവാദ്യം ചെയ്യുന്നു. ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തെ സംബന്ധിച്ചും ചേലക്കര അസംബ്ലി മണ്ഡലത്തെക്കുറിച്ചും ചർച്ച ചെയ്യുമ്പോൾ ഇവ രണ്ടും എന്നും UDFന് ബലികേറാമലയായിരുന്നു എന്ന് ഓർക്കണം. മികച്ച പ്രവർത്തനങ്ങളിലൂടെ 2019 ആലത്തൂരിൽ നമ്മൾ ചരിത്രം സൃഷ്ടിച്ചു. ഏറ്റവും സീനിയറായ നിലവിലെ മന്ത്രിയായ നേതാവിനെ തന്നെ ഇറക്കി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം മണ്ഡലം തിരിച്ചുപിടിക്കുമ്പോഴും ഭൂരിപക്ഷം 20,000-ൽ താഴെ വോട്ടായിരുന്നു. ചേലക്കര ഉപതെരഞ്ഞെടുപ്പിലും മികച്ച വിജയം നേടുമെന്നായിരുന്നു ഞാനടക്കം നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത്. തെരഞ്ഞെടുപ്പ് രംഗത്തിറങ്ങുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ചേലക്കരയുടെ കണക്കുകൾ കൃത്യമായി അറിയാം. എല്ലാ പഞ്ചായത്തിലും ഇടതുപക്ഷത്തിന് കൃത്യമായ മുൻതൂക്കവും സംഘടനാ സംവിധാനവും ഉള്ള ഒരു മണ്ഡലമാണ് ചേലക്കര. അവിടെ കടന്നു കയറണമെങ്കിൽ, പ്രത്യേകിച്ച് ഒരു ഉപതെരഞ്ഞെടുപ്പിൽ ഭരിക്കുന്ന സർക്കാരിൻ്റെ മുഴുവൻ സംവിധാനങ്ങളെയും ഉപയോഗിക്കുന്ന ഈ സമയത്ത്, കഠിനമാണെന്ന തിരിച്ചറിവ് നമുക്കുണ്ടായിരുന്നു. മുഖ്യമന്ത്രി അടക്കമുള്ള സകല ഭരണ സഹായങ്ങളും ചേലക്കരയിൽ എത്ര ശക്തിയായി പ്രവർത്തിച്ചു എന്നതും നമ്മൾ കണ്ടതല്ലേ. എന്നിട്ടും ചേലക്കരയിലെ പ്രവർത്തകരുടെയും ജനാധിപത്യ മുന്നണിയുടെയും സംസ്ഥാന നേതാക്കളുടെയും നേതൃത്വത്തിൽ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലെ 40,000-ഓളം വരുന്ന ഭൂരിപക്ഷം 12,000 വോട്ടുകളിലേക്ക് കുറക്കാൻ നമുക്ക് സാധിച്ചു. അത്തരം ഒരു മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം അതൊരു ചെറിയ പ്രവർത്തനമല്ല എന്നാണ് വ്യക്തിപരമായി എൻ്റെ വിലയിരുത്തൽ. തോൽവിയിൽ വ്യക്തിപരമായി എനിക്ക് അതിയായ ദുഃഖമുണ്ട്. UDFൻ്റെ പ്രവർത്തകർ ആഗ്രഹിച്ച ഒരു വിജയത്തിലേക്ക് എത്തിക്കാൻ കഴിയാത്തതിൽ എനിക്ക് നിരാശയുമുണ്ട്. പക്ഷേ അതിജീവിച്ചല്ലേ പറ്റൂ. ഇതൊരു ജനാധിപത്യ രാജ്യമല്ലേ. കൂടുതൽ ശക്തിപ്പെടുത്തിയും വ്യക്തിപരമായി പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് നികത്തിയും നമുക്ക് മുന്നോട്ട് പോകണം. കാലം കടന്നു പോകുമ്പോൾ ചേലക്കര അടക്കമുള്ള എല്ലാ കുത്തക മണ്ഡലങ്ങളും ഒരിക്കൽ നമ്മൾ പിടിച്ചടക്കും. ഈ തെരഞ്ഞെടുപ്പുമായും അല്ലാതെയും സമൂഹ മാധ്യമങ്ങളിൽ ഉയർന്നുവന്ന വിമർശനങ്ങളിൽ കൂടി മറുപടി വേണമെന്ന് തോന്നി. ഒന്ന്, ഞാൻ മറുനാടൻ എന്ന ഓൺലൈൻ മാധ്യമത്തെ സപ്പോർട്ട് ചെയ്യുന്നു എന്നതായിരുന്നു. ഇത് സംബന്ധിച്ച് ഞാൻ എൻ്റെ നിലപാട് ഒരിക്കൽ വ്യക്തമാക്കിയതാണ്. ഒരു ഓൺലൈൻ മാധ്യമത്തോടും എനിക്ക് മമതയോ കൂറോ ഇല്ല. അങ്ങനെ പിന്തുണക്കേണ്ട കാര്യവുമില്ല. ഞാൻ പിന്തുണക്കുന്നുമില്ല. അത്തരം മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകളെക്കുറിച്ച് വ്യക്തിപരമായി എനിക്ക് അത്ര നല്ല അഭിപ്രായവും അല്ല. എതിർ ശബ്ദങ്ങളെ ഇല്ലാതാക്കുക എന്ന ഇടതുപക്ഷത്തിൻ്റെ നയങ്ങൾ നടപ്പിലാക്കുന്നത് കണ്ടപ്പോഴാണ് ഓൺലൈൻ മാധ്യമ വക്താവിൻ്റെ ചിത്രം വെച്ച് പിന്തുണയുമായി രംഗത്തെത്തിയത്. അത് അദ്ദേഹത്തിൻ്റെ എല്ലാ വാർത്തകൾക്കുമുള്ള പിന്തുണയോ വ്യക്തിക്കുള്ള പിന്തുണയോ അല്ല, ആയിരുന്നുമില്ല. എൻ്റെ പ്രിയപ്പെട്ട എന്നെ സ്നേഹിച്ചവർക്ക് അന്നത്തെ പിന്തുണ വേദന സൃഷ്ടിച്ചു എങ്കിൽ ഞാൻ നിർവാജ്യം ഖേദം പ്രകടിപ്പിക്കുകയാണ്. രണ്ടാമത്തെ പോയിന്റ്, മറ്റൊരു പ്രധാനപ്പെട്ട ആരോപണമായി സമൂഹ മാധ്യമങ്ങളിൽ എനിക്ക് നേരിടേണ്ടി വരുന്നത് MP ആയപ്പോൾ എൻ്റെ ശമ്പളത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞതാണ്. എനിക്ക് ശമ്പളം പോരാ എന്നല്ല ഞാൻ പറഞ്ഞത്, കിട്ടുന്ന ശമ്പളം എങ്ങനെ പോകുന്നു എന്നതിനെക്കുറിച്ചാണ്. MP ആയതിനു ശേഷം ഇത്ര പണം ലഭിച്ചിട്ടും പട്ടിണിയാണെന്ന് ഞാൻ എവിടെയും ഒരിക്കലും പറഞ്ഞിട്ടില്ല. ശമ്പളവും അലവൻസുമായി ലഭിക്കുന്ന 1,87,096 രൂപയിൽ നിന്ന് 1 രൂപ പോലും കൊടുക്കാതെ വായ്പയായി വാങ്ങിയ എൻ്റെ വാഹനത്തിൻ്റെ അളവ് പോകേണ്ടിയിരുന്നു. മിക്ക ദിവസവും എത്ര കിലോമീറ്റർ സഞ്ചരിക്കണം? ഇന്നോവയുടെ മൈലേജ് അറിയാമല്ലോ. നല്ലൊരു തുക ഡീസലിനായി മാറ്റിവെക്കണം. മെയിൻ്റനൻസിന് പുറമേ ആണ് ഇത്. ഗവൺമെൻറ് തരുന്ന ഒരു സ്റ്റാഫിനെ കൊണ്ട് മാത്രം 2 ജില്ലകളിലായി 7 നിയോജക മണ്ഡലങ്ങളിലുള്ള ആലത്തൂർ പാർലമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ കഴിയില്ലെന്ന് ഊഹിക്കാമല്ലോ. അതിനായി വെച്ച സ്റ്റാഫുകളുടെ ശമ്പളവും ഓഫീസ് വാടകയും ഇതിൽ നിന്ന് കണ്ടെത്തണം. ഡൽഹിയിലെ ഒരു സ്റ്റാഫിൻ്റെ ശമ്പളം ഇതിന് പുറമെ കൊടുക്കണം. ഡൽഹിയിലെ വീടിൻ്റെ ചാർജുകൾ, ആലത്തൂരിൽ വീട് വാടകയ്ക്ക് താമസിക്കുന്ന എൻ്റെ വീട്ടുവാടക, എല്ലാം കൂടി ബുദ്ധിമുട്ടാണെന്നാണ് ഞാൻ പറഞ്ഞുള്ളൂ. പട്ടിണിയാണെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ ആ അഭിമുഖത്തിൻ്റെ ഹെഡിങ്ങായി വന്നത് രമ്യ ഹരിദാസ് പട്ടിണിയിൽ എന്നാണ്. ഒരു സമ്പാദ്യവും എൻ്റേതായി എനിക്കില്ല. സാമ്പത്തികമായി ഏറെ പിന്നോക്കം നിൽക്കുന്ന ഒരു ജീവിത സാഹചര്യത്തിൽ ജനിച്ചു വളർന്നവളാണ്.
ഞാൻ സ്വന്തമായി ഒരു കുഞ്ഞു വീട് സ്വപ്നം കണ്ട് ജീവിച്ച ആളാണ്. വർഷങ്ങളോളം എടുത്താണ് അതിൻ്റെ പ്ലാസ്റ്ററിങ്, നിലം വിരിക്കൽ പണി പോലും ചെയ്തത്. ഒരു ആർഭാടവും ഞാൻ എൻ്റെ ജീവിതത്തിൽ അന്നും ഇന്നും കാണിച്ചിട്ടില്ല. ഒന്നും സമ്പാദിച്ചിട്ടുമില്ല. ഒരു രൂപ പോലും ജനസേവനത്തിന് വേണ്ടി എടുത്തു വെക്കാൻ എനിക്ക് എൻ്റേതായി വരുമാനവുമില്ല. ഒരു മാസം വണ്ടി കൂടുതൽ ഓടേണ്ടി വരുമ്പോൾ പേടിയാണ്. കാരണം ഡീസലിന് നീക്കിവെച്ച കാശ് തീരുമോ എന്ന പേടി. ഒരു രൂപ പോലും കയ്യിലില്ലാത്ത ഞാനടക്കമുള്ള പൊതുപ്രവർത്തകൻ്റെ അവസ്ഥ വിവരിച്ചതാണ് ആ അഭിമുഖത്തിൽ. വലിയ സമ്പാദ്യങ്ങളില്ലാത്ത, വരുമാനമില്ലാത്ത ഏതൊരു പ്രവർത്തകൻ്റെയും അവസ്ഥ ഇതുതന്നെയാണ്. ഏത് പാർട്ടിക്കാരനായാലും അത് വിവരിക്കുക മാത്രമായിരുന്നു ഞാൻ ആ ഇൻ്റർവ്യൂവിൽ ചെയ്തത്. അത് യാഥാർത്ഥ്യവുമാണ്. ജനപ്രതിനിധിയാകുന്നതിന് മുമ്പ് നിലമ്പൂരിൽ ജോലി ചെയ്യുന്ന സമയത്ത് ലഭിച്ചിരുന്ന തുച്ഛമായ വരുമാനം കൊണ്ടാണ് ഞാനും എൻ്റെ കുടുംബവും ജീവിച്ചിരുന്നത്. കഴിഞ്ഞതൊന്നും മറന്നിട്ടില്ല, മറക്കുകയുമില്ല. പക്ഷേ 1,87,000 കിട്ടിയിട്ടും പട്ടിണി മാറാത്തവൾ എന്ന് സമൂഹ മാധ്യമങ്ങളിൽ അധിക്ഷേപം വരുമ്പോൾ മനസ്സ് വല്ലാതെ നോവുന്നുണ്ട്. ജീവിതത്തിൽ 5 രൂപ തിരിച്ചെടുക്കാൻ ഇല്ലാതിരുന്ന ഒരു കാലം എനിക്കുണ്ടായിരുന്നു. അന്ന് പലരുടെയും സഹായം കൊണ്ട് ജീവിച്ചതൊന്നും മറന്നിട്ടില്ല, ഒരിക്കലും മറക്കുകയുമില്ല. അങ്ങനെയുള്ള ഒരുവൾക്ക് ജീവിക്കാൻ 1,87,000 പോരാ എന്ന് പറഞ്ഞ് ആക്ഷേപിക്കരുത് പ്ലീസ്. അതെന്നെ വല്ലാതെ നോവിക്കുന്നു. തോൽവിയിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് മുന്നോട്ട് പോയവരാണ് നാം എല്ലാവരും. ലോകം അടക്കി വാണിരുന്ന ബ്രിട്ടീഷുകാരെ നിരന്തരമായ പ്രവർത്തനങ്ങളിലൂടെ ഇന്ത്യയുടെ മണ്ണിൽ മുട്ടുകുത്തിച്ചവരാണ് നമ്മുടെ മുൻഗാമികൾ. എല്ലാ കോട്ടകളും വീഴുന്ന ദിനങ്ങൾ വരും. ചങ്കുറപ്പോടെ ഒറ്റക്കെട്ടായി നമ്മൾ പ്രവർത്തിക്കും. തിരുത്തലുകൾ വരുത്തേണ്ടടുത്ത് തിരുത്തുകൾ വരുത്തിയിരിക്കും. രമ്യ ഹരിദാസിൻ്റെ കുറിപ്പ് ഞാൻ വായിച്ചതാണ്. ഇത് വായിച്ചപ്പോൾ എനിക്ക് അവരോടും എനിക്കും ചില കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. കാരണം പ്രത്യേകിച്ചിട്ട് മറുനാടനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഞാൻ പറഞ്ഞിരുന്നു, ഒരു ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പ്രവർത്തകർ വളരെ ശ്രദ്ധിക്കണം. കാരണം അയാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് വർഗീയത പറയുന്നു എന്ന് മാത്രമല്ല, മതവിഭാഗങ്ങളെ തമ്മിൽ തല്ലിച്ച് നാട്ടിൽ സമാധാനം തകർക്കുന്നു എന്നുള്ളതാണ്. അപ്പം അത്തരം കാര്യങ്ങളെ ഗൗരവപൂർവ്വം കാണേണ്ട ഒരു പൊതുപ്രവർത്തകർക്ക് ആ വിഷയത്തിൽ അത്ര വേണ്ട അവധാനത കാണിച്ചില്ല എന്നൊരു തോന്നൽ എനിക്കുണ്ടായിരുന്നു. പക്ഷേ അവരുടെ കുറിപ്പ് കണ്ടപ്പോൾ അതൊരു കേവലം വോട്ടിന് വേണ്ടി മാത്രമല്ല, വോട്ടിന് വേണ്ടിയിട്ട് മാത്രമായിരുന്നെങ്കിൽ ചേലക്കര തെരഞ്ഞെടുപ്പിന് മുമ്പ് അവർ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്കതിൻ്റെ ഗുണം കുറച്ചുകൂടി ലഭിക്കുമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ഏതായാലും അവർക്ക് ഒരു നല്ല പൊതുപ്രവർത്തകയായിട്ട് തിരിച്ചു വരാൻ ആലത്തൂരിലോ അല്ലെങ്കിൽ ചേലക്കരയിലോ മറ്റേതെങ്കിലും മണ്ഡലങ്ങളിലോ ഒക്കെ മത്സരിച്ച് ജയിക്കാൻ കഴിവുള്ള ഒരു പൊതുപ്രവർത്തകയാണ്. അവർക്ക് തിരിച്ചു വരാൻ കഴിയട്ടെ. എല്ലാവിധ പിന്തുണയും നൽകുന്നു.